നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. പൊതുപ്രവർത്തകർക്ക് ഉമ്മൻചാണ്ടി എന്നും മാതൃകയാണെന്ന് KPCC ഗാന്ധി ദർശൻ സമിതി പ്രസിഡന്റ് VC കബീർ. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കേരളത്തിലുണ്ടായത് ജനാധിപത്യത്തിന്റെ വസന്തം. ജീവിതത്തിലുടനീളം ആദർശവും സഹജീവി സ്നേഹവും ഉയർത്തിപ്പിടിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ. വിവിധ കേന്ദ്രങ്ങളിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം. ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്ന് അഖില കേരളി തുള്ളൽ ആർട്ടിസ്റ്റ് അസോസിയേഷൻ. സർക്കാർ അവഗണനയ്ക്കെതിരെ പ്രക്ഷോഭത്തിലേക്കെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ. 20 ചൊൽക്കാഴ്ചകളുമായി തുള്ളൽ പദങ്ങളോടെ കുഞ്ചൻ സ്മാരകത്തിലേക്ക് പ്രതിഷേധ സമരം. ലക്കിടി തെക്കുംചെറാട് കളത്തിൽ തൊടി റോഡ് നാടിന് സമർപ്പിച്ചു. റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഒറ്റപ്പാലം MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ചിലവഴിച്ച്. വാർത്തകൾ വിശദമായി. പൊതുപ്രവർത്തകർക്ക് ഉമ്മൻചാണ്ടി എന്നും മാതൃകയാണെന്ന് KPCC ഗാന്ധി ദർശൻ സമിതി പ്രസിഡന്റ് VC കബീർ. ഗാന്ധി ദർശൻ സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനകീയ ആവശ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാതിരുന്നതാണ് ഉമ്മൻചാണ്ടിയുടെ വിജയം. കെട്ടിച്ചമച്ച ആരോപണങ്ങളെപ്പോലും നിയമത്തിന് വിട്ട് സത്യസന്ധത തെളിയിച്ചു. ഇന്നത്തെ ഭരണാധികാരികൾ കയ്യൂക്കുകൊണ്ട് കാര്യം നേടുമ്പോൾ ഉമ്മൻചാണ്ടിക്കൊപ്പം അണിനിരുന്നത് ജനങ്ങളാണ്. ഇരുമ്പുമറയ്ക്കുള്ളിലിരുന്ന ജനങ്ങളെ അകറ്റിയ ഭരണാധികാരിയല്ല ഉമ്മൻചാണ്ടിയെന്നും VC കബീർ പറഞ്ഞു. ജനാധിപത്യത്തിലെ നിത്യവസന്തമായിരുന്നു ഉമ്മൻചാണ്ടി. ഗാന്ധി ദർശൻ സമിതി ജില്ലാ പ്രസിഡന്റ് M ഷാജു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബൈജു വടക്കുംപുറം അനുസ്മരണ പ്രഭാഷണം നടത്തി. ട്രഷറർ PS മുരളീധരൻ മാസ്റ്റർ, അസീസ് മാസ്റ്റർ, പ്രൊഫസർ ലക്ഷ്മി പത്മനാഭൻ, രാജൻ മുണ്ടൂർ, MC സജീവൻ, അശോകൻ മാസ്റ്റർ, രാജൻ കുത്തനൂർ, അഡ്വക്കേറ്റ് V ഷൺമുഖാനന്ദൻ, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജീവിതത്തിലുടനീളം ഒരു പൊതുപ്രവർത്തകന് വേണ്ട ആദർശവും സവിശേഷതയും ഉയർത്തിപ്പിടിച്ച സമുന്നതനായ നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ. കുച്ചനാട് സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണവും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഓഫീസ് ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിച്ചിരുന്നതിനേക്കാൾ മരണപ്പെട്ട ഉമ്മൻചാണ്ടി ശക്തമായിരുന്നുവെന്ന തിരിച്ചറിവാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. ജനങ്ങളുടെ സേവന കാര്യങ്ങളിൽ ഇത്രയധികം തൽപരനായ ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും C ചന്ദ്രൻ അനുസ്മരിച്ചു. മരണപ്പെട്ട ഉമ്മൻചാണ്ടി ശക്തമാണെന്നുള്ള തിരിച്ചറിവാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിലെ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ് ശ്രീ ഉമ്മൻചാണ്ടി. പല രാഷ്ട്രീയ നേതാക്കന്മാരും കടിച്ചാൽ പൊട്ടാത്ത ആദർശം പറയുന്ന എത്രയോ ആളുകളെ ഞാനും നിങ്ങളുമൊക്കെ കണ്ടിട്ടുണ്ട്. പറയുന്ന ആദർശം പ്രാവർത്തികമാക്കാതെ ഉപരിവിപ്ലവമായി ആദർശം മാത്രം പറയുകയും പ്രവർത്തിയിൽ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എത്രയോ നേതാക്കന്മാരെ വിവിധ പാർട്ടികളിലായി ഞാനും നിങ്ങളും കാണുന്നുണ്ട്. C ചന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഓഫീസിന്റെ ഉദ്ഘാടനവും C ചന്ദ്രൻ നിർവഹിച്ചു. അനുസ്മരണ യോഗത്തിൽ അസീസ് അധ്യക്ഷനായി. KV മരക്കാർ, P ബാലൻ, ഗംഗാധരൻ വൈദ്യർ, OK ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണം DCC സെക്രട്ടറി AP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വേണ്ടി അദ്ദേഹം ജീവിതം ഒഴിഞ്ഞുവെച്ചു എന്നുള്ളത് തന്നെയാണ്. ഏതു കുട്ടിക്ക് പോലും അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് പരാതി സൂചിപ്പിക്കുന്നതിനും അത് അപ്പോൾ തന്നെ നടപ്പിലാക്കി അല്ലെങ്കിൽ പരിഹരിച്ചുകൊണ്ട് തിരിച്ചു പോരുന്നതിനും കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മേന്മ. ആ പരാതി കേൾക്കുക മാത്രമല്ല, അതിന്റെ പരിഹാരം കാണുന്നതുവരെ അതിന് പിന്നാലെ അദ്ദേഹം ഉണ്ടായിരുന്നു. അത് പരിഹരിച്ചതിന് ശേഷമാണ് അദ്ദേഹം വിശ്രമിക്കുക. അനുസ്മരണ ചടങ്ങിൽ അഡ്വക്കേറ്റ് രാമദാസ് അധ്യക്ഷനായി. KR നാരായണസ്വാമി, ET ഉമ്മർ, C സംഗീത, AP രാമദാസ് മാസ്റ്റർ, ഉമ്മർ കീഴായൂർ, രവീന്ദ്രൻ മാസ്റ്റർ, K ബഷീർ, KB അനിത, നാസർ ചൂരക്കോട്, അബൂബക്കർ സിദ്ദീഖ്, EP യൂസഫ്, KN സന്തോഷ്, സയ്യിദ് കോടനാട്, P രൂപേഷ് കുമാർ, TD സലീം, P മാളുക്കുട്ടി
തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1-ാം ചരമവാർഷിക ദിനത്തിൽ പറളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വിനയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. ചടങ്ങിൽ കോൺഗ്രസ് പറളി മണ്ഡലം പ്രസിഡന്റ് MR ഗുരുവായൂരപ്പൻ അധ്യക്ഷനായി. DCC അംഗം വേണുഗോപാൽ, വെൽഫെയർ പാർട്ടി കോങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് കരീം പറളി, കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ KS രാധാകൃഷ്ണൻ, MV വിജയകുമാർ, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KR ചന്തു, മുൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VC അനിൽകുമാർ, മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KP ഹംസ, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രീത തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹം എപ്പോഴും നമ്മൾ നോക്കും പറയാം, ഇതുപോലും നീതി കൊടുക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടില്ല. എപ്പോഴും നമ്മൾ കാണുമ്പോൾ അദ്ദേഹം നീയൊക്കെ സാധിക്കാവുന്ന മുസ്ലിമായിട്ടാണ് നമ്മൾ കാണാറ്. പക്ഷെ എന്നാൽ അദ്ദേഹത്തിന് അതൊന്നും സമയമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യാത്രയും എടുത്തു പറയേണ്ടതാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം ചെമ്പകവല്ലി സ്വാഗതവും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KA ഹക്കീം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വടാനംകുറിച്ചി റെയിൽവേ ഗേറ്റിന് സമീപം സ്ഥാപിച്ച ഹൈറ്റ് ഗേജിൽ കണ്ടെയ്നർ ലോറികൾ കുടുങ്ങി. വ്യാഴാഴ്ച രാവിലെയാണ് ഗേജിൽ കണ്ടെയ്നർ കുടുങ്ങിയത്. ഷൊർണൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി ഗേജ് നീക്കം ചെയ്തതിനു ശേഷമാണ് കണ്ടെയ്നറുകൾ കടന്നുപോയത്. അഡ്വക്കേറ്റ് പ്രേംകുമാർ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ലക്കിടിപ്പെരൂർ ഗ്രാമപഞ്ചായത്തിലെ തെക്കുംചെറാട് കളത്തിൽതൊടി റോഡ് നാടിന് സമർപ്പിച്ചു. അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ, ജില്ലാ പഞ്ചായത്തിന്റെ, MLAയുടെ ഒക്കെ വ്യത്യസ്ത നിലയിലുള്ള ഫണ്ട് പ്രവർത്തനങ്ങളെ തങ്ങളുടെ പ്രദേശത്തിന്റെ നാടിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് സന്നദ്ധമാകുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമ, ആസൂത്രണ ഉപാധ്യക്ഷൻ T ഷിബു, വാർഡംഗം C അനിൽകുമാർ, K അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ലക്കിടി കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ കലാകേന്ദ്രത്തിനോടുള്ള സർക്കാർ അവഗണന അംഗീകരിക്കാനാകില്ലെന്ന് അഖില കൈരളി തുള്ളൽ ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കലാമണ്ഡലം ശ്രീജ വിശ്വം. കുഞ്ചൻ സ്മാരകത്തോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് ചൊൽക്കാഴ്ചകളും തുള്ളൽ പദങ്ങളുമായി ജൂലൈ 20-ന് കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിലേക്ക് മാർച്ച് നടത്തുമെന്ന് ശ്രീജ വിശ്വം പാലക്കാട് നടന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കലക്കത്ത് ഭവനത്തെയും കുഞ്ചൻ സ്മാരകത്തെയും അവഗണിക്കുന്നത് കലാകൈരളിയെ അവഗണിക്കുന്നതിന് തുല്യമാണ്. 1981 ആരംഭിച്ച തുള്ളൽ പഠനമാണ് സർക്കാരിൻ്റെ അവഗണന മൂലം നിലച്ചത്. സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും നിരവധി പരാതികളും നിവേദനങ്ങളും നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. കലാമണ്ഡലത്തിന് ഗ്രാൻഡും സർട്ടിഫിക്കറ്റ് കോഴ്സും നിലച്ചത് ഖേദകരമാണ്. ദീർഘകാലമായി അധ്യാപകർക്ക് വേതനമോ പഠിക്കുന്നവർക്ക് സ്റ്റൈപ്പൻഡോ ലഭിക്കാറില്ല. ഒരു 5-10 വർഷമായിട്ടാണ് 2007 മുതലാണ് ഇത് മറ്റ് കലാപഠനങ്ങൾ അവിടെ ആരംഭിച്ചത്. അതിലൊരു 16 മാസമായിട്ട് അധ്യാപകർക്ക് ശമ്പളം ഇല്ലാതിരിക്കുകയും അതുപോലെ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡ് ഇല്ലാതിരിക്കുകയും അങ്ങനെ അവർക്ക് ഒരു സ്പെഷ്യൽ ഗ്രാൻഡ് കിട്ടിയിരുന്നത്. അത് ആദ്യം 2007 നമ്മുടെ പൗലോസ് സാറുള്ള സമയത്താണ് കലാമണ്ഡലം അംഗീകരിച്ചുകൊണ്ട് അവർക്കൊരു ഗ്രാൻഡ് അനുവദിച്ചുകൊണ്ട് ഈ വിഭാഗങ്ങളൊക്കെ അവിടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ത്രിവത്സര കോഴ്സ്, ആ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കലാമണ്ഡലം കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി കൂടിയാണ് ഇപ്പൊ അത് നടന്നുകൊണ്ട് പോകുന്നത്. ആദ്യകാലത്ത് അവിടെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ ഒരു തുച്ഛമായ ശമ്പളം നൽകിക്കൊണ്ട് നമുക്ക് ത്രിവത്സര കോഴ്സിന്റെ മുഴുവൻ ക്ലാസ്സുകളും ഇപ്പൊ നടക്കുന്നില്ല. ഇവരുടെ ശമ്പളം മുടങ്ങിയ സാഹചര്യത്തില് കേരളത്തിന്റെ സാംസ്കാരിക തലയെടുപ്പായ കലക്കത്ത് ഭവനത്തെയും തുള്ളൽ കലയെയും അവഗണിക്കുന്നത് സർക്കാരിന് ഭൂഷണമല്ല. പ്രതിഷേധ സമരത്തിൽ സാംസ്കാരിക കലാമേഖലയിലുള്ള നിരവധി പേരും പൂർവ്വകാല പഠിതാക്കളും ഗുരുക്കന്മാരും അണിനിരക്കുമെന്നും ശ്രീജ വിശ്വം പറഞ്ഞു. പരമേശ്വരൻ ആശാൻ, കലാമണ്ഡലം നന്ദകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആറ്റൂർ അസുരൻകുണ്ട് ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വീണ്ടും ഷട്ടറുകൾ ഉയർത്തി. വ്യാഴാഴ്ച രാവിലെയോടെ ഡാമിലെ 3 ഷട്ടറുകൾ 6 സെന്റിമീറ്ററോളമാണ് ഉയർത്തിയിരിക്കുന്നത്. ചേലക്കര ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി വ്യാഴാഴ്ച രാവിലെ 9 മണിയോടുകൂടിയാണ് ഷട്ടറുകൾ തുറന്നത്. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാലാണ് വീണ്ടും ഡാമിലെ വെള്ളം തുറന്നുവിടാൻ കാരണമായത്.
നിലവിലെ സാഹചര്യത്തിൽ ഡാമിലെ വെള്ളം കൂടി തുറന്നുവിട്ടതോടെ പലയിടങ്ങളിലും വെള്ളം കയറുവാനുള്ള സാധ്യതയും ഏറെയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ വേണ്ട ജാഗ്രത സ്വീകരിക്കേണ്ടതുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ കാരക്കാട് ജീവിത ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കർക്കിടക ഔഷധക്കഞ്ഞി വിതരണം കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ കാരക്കാട് ജീവിത ട്രസ്റ്റിന്റെ ആരോഗ്യ പ്രൊജക്ടിന്റെ ഭാഗമായി 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഔഷധക്കഞ്ഞി വിതരണത്തിനാണ് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ CK സൗമ്യ അധ്യക്ഷത വഹിച്ചു. ജീവിത ട്രസ്റ്റ് ചെയർപേഴ്സൺ KV സംയുക്ത സ്വാഗതം പറഞ്ഞു. ഷൊർണൂർ ആയുർവേദ ഡിസ്പെൻസറി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കൃപാ സാജൻ മുഖ്യാതിഥിയായിരുന്നു. കർക്കിടക മാസാചരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ കൃപാ സാജൻ വിശദീകരിച്ചു. യോഗാചാര്യനും പ്രകൃതി ചികിത്സാ ഡോക്ടറുമായ N ഗോവിന്ദൻ, ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ ഷൊർണൂർ കോർഡിനേറ്റർ K മോഹനൻ, ആശാ വർക്കർ C പുഷ്പ എന്നിവർ പ്രസംഗിച്ചു. കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ഹിന്ദിക്ക് 3ഉം 9ഉം റാങ്ക് കരസ്ഥമാക്കിയ VK സൂര്യ P സാന്ദ്ര എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ജീവിത ട്രസ്റ്റ് ഖജാൻജി K ഷീജ നന്ദി പറഞ്ഞു. കർക്കിടക കഞ്ഞി വിതരണത്തിൻ്റെ 2ാം ദിനത്തോടനുബന്ധിച്ച് രാമായണ മാസത്തിലൂടെ നിങ്ങളെ അറിയുക എന്ന വിഷയത്തിൽ ഇന്റർനാഷണൽ ട്രെയിനർ VB ഹരീഷ് ബാബു സംസാരിച്ചു. എനിക്ക് 2 മക്കളാണ്. ഒരുത്തൻ ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് അവൻ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരാൻ നിൽക്കണം എഞ്ചിനീയറിംഗിന്. പിന്നെ ഒരു 3ാം ക്ലാസ്സുകാരൻ. ഞാൻ ജ്യോതിയിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞ കർക്കിടക മാസമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്നും കൂടി നമുക്ക് കണക്ട് ചെയ്യാം. ലാസ്റ്റ് ഞാൻ ജ്യോതിയിൽ അവനെ ചേർക്കാൻ പോയി. അപ്പോൾ പ്രിൻസിപ്പളുടെ റൂമിൽ പോയി. അപ്പോൾ ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, ഏതായാലും ഇവിടെ ചേരാൻ പോകണമല്ലേ, എന്നാൽ പോയിട്ട് അനുഗ്രഹം മേടിച്ചേക്കുന്നത്. അവൻ ഓടി ചെന്ന് പ്രിൻസിപ്പൾ അച്ഛൻ്റെ കാല തൊട്ടു. നമ്മൾ കാണുന്ന എന്താ, നീറ്റ് നിന്നിട്ട് ഫാദർ ഗോഡ് ബ്ലസ് യു മൈ ഡിയർ സൺ. അപ്പോൾ വേറൊരു സാറ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ, അവിടെയും പോയി തൊട്ടു. എന്നിട്ട് ഇറങ്ങി വരുമ്പോൾ ഞാൻ കേൾക്കണത് എന്താ അറിയുക, ഫാദറും മറ്റേ സാറും കൂടി, ഇങ്ങനത്തെ പിള്ളേരൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ഉദ്ഘാടനവും സമ്മാനദാനവും P മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. 2024 THSLC പരീക്ഷയിൽ 100% വിജയം നേടിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഷൊർണൂർ THSൽ വിജയോത്സവം സംഘടിപ്പിച്ചത്. അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനവും സമ്മാനദാനവും P മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. നമ്മുടെ ഈ സ്ഥാപനം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ LGS എന്ന് പറയുന്ന നിലവാരത്തിൽ എല്ലാ സമയത്തും ഉന്നതമായ സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള ഈ സ്ഥാപനം, ആ പാരമ്പര്യം ഇനിയും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കൂട്ടായ പരിശ്രമം നടത്തണമെന്നുണ്ട്. കഴിഞ്ഞ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജയിച്ച ആളുകൾ, പരീക്ഷ ഇതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണല്ലോ, ഏത് മേഖലയിലാണെങ്കിലും ആ ടേണിംഗ് പോയിന്റിലെ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്ത് അതിൽ വിജയം വരിച്ച് ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുത്തതിലേക്ക് വഴിതിരിഞ്ഞ് പോകുന്നതിന് സഹായകമായ നിലയിലുള്ള ദിശാബോധം ഈ സ്ഥാപനത്തിന് കയ്യിൽ കഴിഞ്ഞിട്ടുണ്ട്. ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സൂപ്രണ്ടും PTA പ്രസിഡന്റുമായ പ്രസാദ് തോമസ് സ്വാഗതം പറഞ്ഞു. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ TK ബഷീർ അനുമോദന സന്ദേശം നൽകി. PTA വൈസ് പ്രസിഡന്റ് M രാമദാസ്, VHSC പ്രിൻസിപ്പാൾ NR ഗീത, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി CP ജയൻ, എഞ്ചിനീയറിംഗ് ഇൻസ്ട്രക്ടർ ലിൻസൺ ആന്റണി, PTA അംഗം ബിന്ദു, സ്മിത ടീച്ചർ, VB രാജീവ്, EM സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ AUP സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. സ്കൂളിലെ സാമൂഹ്യശാസ്ത്രം ക്ലബിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത്. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ വിലയിരുത്തി. കുട്ടികളിൽ ജനാധിപത്യ ബോധം ഊട്ടിയുറപ്പിക്കാൻ ഏറെ ഫലപ്രദമാവുന്ന വിധത്തിൽ ദിവസങ്ങൾ നീണ്ടുനിന്ന ഇലക്ഷൻ പ്രചരണങ്ങൾക്കും നിശബ്ദ പ്രചരണങ്ങൾക്കും സമാപനം കുറിച്ചുകൊണ്ടാണ് സ്കൂൾ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ, സാംസ്കാരിക വകുപ്പ് മന്ത്രി, ആരോഗ്യമന്ത്രി എന്നീ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത്. ഏതൊരു ഏകാധിപതിയായ ഭരണാധികാരിയും ജനങ്ങൾക്ക് മുന്നിൽ തല താഴ്ത്താനും അവരെ ബഹുമാനിക്കാനും അവരുടെ വാക്കുകളിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ, അവരുടെ ഓരോ കാര്യങ്ങളിലും അവർ വിനീതനാകുന്നത് ഈ ജനാധിപത്യത്തിൻ്റെ അതിശക്തമായ ആ പേടി ഉള്ളത് കൊണ്ട് തന്നെയാണ്.
തുടർന്ന് ഫലപ്രഖ്യാപനവും ആഹ്ലാദ പ്രകടനവും നടന്നു. ഹെഡ്മിസ്ട്രസ് ടി.എ. ഷെരീഫ, കെ.എം. അബ്ദുൽ ഹക്കീം, എസ്. അജിത് കുമാർ, കെ.ആർ. ദീപു, എസ്. അനിത, പി. ഉമാദേവി, ശ്രീലജ, ഗ്രീഷ്മ, ബീന, ഗീത, എം.ടി. ഷിഹാബുദ്ദീൻ, കെ.എൻ. അമൽശങ്കർ എന്നിവർ പങ്കെടുത്തു. പി.എസ്. സ്വാതി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായാണ് തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത്. ആർ. അർച്ചന, സിജിൻ, അർജുൻ കൃഷ്ണ, മുഹമ്മദ് റിൻഷാദ് എന്നിവർ തിരഞ്ഞെടുപ്പിൽ വിജയികളായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാഞ്ഞാൾ വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ ഖുർആൻ വാരത്തിന് തുടക്കമായി. അഹമ്മദിയ മുസ്ലിം ഖലീഫയുടെ ആഭിമുഖ്യത്തിൽ ആഗോളതലത്തിൽ നടത്തുന്ന വിശുദ്ധ ഖുർആൻ വാരാചരണത്തിന്റെ ഭാഗമായാണ് വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിലും വിശുദ്ധ ഖുർആൻ വാരം ആചരിക്കുന്നത്. ഖുർആൻ വാരാചരണത്തിന്റെ ആദ്യ ദിനത്തിൽ പാഞ്ഞാൾ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വൈസ് പ്രസിഡന്റ് പി.എ. മുഹമ്മദ് കാസിം അധ്യക്ഷനായി. മൗലവി കെ. ഉസ്മാൻ അഹമ്മദ്, മൗലവി മെഹബൂബ് അഹമ്മദ്, മൗലവി എം.എസ്. നിയാസ് അഹമ്മദ്, ടി.കെ. മസ്രൂർ അഹമ്മദ് എന്നിവർ വിശുദ്ധ ഖുർആനിലെ അവസാന കാലഘട്ടത്തിലെ പ്രവചനങ്ങൾ എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി സംസാരിച്ചു. ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെയും ഇസ്ലാം മതം ജീവനുള്ള മതവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനുള്ള പ്രവാചകനും അതേപോലെ തന്നെ ഖുർആൻ ജീവനുള്ള മതഗ്രന്ഥവുമായി. തുടർന്നുള്ള 6 ദിവസങ്ങളിലും വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും ഖുർആനിന്റെ അഭൗമിക ജ്ഞാനം മനുഷ്യജീവിതത്തിൽ എത്തിക്കുക എന്നതാണ് ഖുർആൻ വാരത്തിന്റെ ലക്ഷ്യമെന്നും കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപ്രവർത്തകർക്ക് ഉമ്മൻചാണ്ടി എന്നും മാതൃകയാണെന്ന് KPCC ഗാന്ധി ദർശൻ സമിതി പ്രസിഡന്റ് VC കബീർ. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കേരളത്തിലുണ്ടായത് ജനാധിപത്യത്തിന്റെ വസന്തം. ജീവിതത്തിലുടനീളം ആദർശവും സഹജീവി സ്നേഹവും ഉയർത്തിപ്പിടിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ. വിവിധ കേന്ദ്രങ്ങളിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം. ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്ന് അഖില കേരളി തുള്ളൽ ആർട്ടിസ്റ്റ് അസോസിയേഷൻ. സർക്കാർ അവഗണനയ്ക്കെതിരെ പ്രക്ഷോഭത്തിലേക്കെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ. 20 ചൊൽക്കാഴ്ചകളുമായി തുള്ളൽ പദങ്ങളോടെ കുഞ്ചൻ സ്മാരകത്തിലേക്ക് പ്രതിഷേധ സമരം. ലക്കിടി തെക്കുംചെറാട് കളത്തിൽ തൊടി റോഡ് നാടിന് സമർപ്പിച്ചു. റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഒറ്റപ്പാലം MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ചിലവഴിച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.